നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് നമ്മളെ ചീറ്റ് ചെയ്താലും ബോഡി നമ്മളെ ചീറ്റ് ചെയ്യില്ല. ഞാൻ അന്നും ഇന്നും പറയുന്നത് ഇതൊരു മാജിക്കും അല്ല, ഒന്നുമല്ല, ദിസ് ഇസ് സയൻസ്. ആക്ച്വലി ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതിലോട്ട് എത്തിച്ചേർന്നത്. ഇന്ന് രാവിലെ വരുമ്പം ഫാൻ്റെ സ്വിച്ച് ഇട്ടാൽ എനിക്ക് AC കത്തണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. എല്ലാ സിസ്റ്റത്തിലും ഇത് ഫുള്ള് മാറുമെന്ന് നമ്മൾ പറയുന്നില്ല അല്ലേ. ഇപ്പൊ സർജറി ആണെങ്കിൽ പോലും അതിന് എത്ര പെർസെന്റേജ് സക്സസ് എന്ന് അവർ തന്നെ പറയുന്നില്ല. ചില അമ്മമാര് പറയും കൊച്ചിനെ എനിക്ക് വലിച്ചെറിയാൻ തോന്നുന്നു, കൊച്ചിനെ കൊല്ലാൻ തോന്നുന്നു, അങ്ങനെ വരെയുള്ള കണ്ടീഷൻസിൽ വരാറുണ്ട്. അന്നത്തെ ദിവസം വന്നിട്ട് എന്റെ ഫുള്ള് മാറ്റിത്തരാം. അപ്പൊ ഞാൻ പറയും ഞാൻ വല്ല മാന്ത്രിക ചികിത്സ ഒന്നുമല്ല, ഇറ്റ്സ് നോട്ട് എ മാജിക്കൽ ട്രീറ്റ്മെന്റ്. ക്യാൻസറിന് അക്യുപഞ്ചറിൽ എത്ര ഫലപ്രദമാണെന്നുള്ളത് ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. ബിനീഷ് ബാസൻ സാർ വന്നിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാല് എനിക്കിത് മാറുവാണെങ്കിൽ ഞാൻ ഒരു വ്ലോഗ് ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞ ടു ബി ഫ്രാങ്ക് ഇപ്പൊ പറഞ്ഞ എല്ലാവരും കളിയാക്കാം, അന്ന് വ്ലോഗ് എന്താന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പോ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടോ അവിടെ നമുക്ക് സക്സസ് ഉണ്ടാവും. നമ്മൾ ഒരാളെയും കള്ളത്തരത്തിലോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനോ, മാനസിക പരിഗണന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മനുഷ്യത്വം. നമസ്കാരം നമസ്കാരം നമസ്കാരം, വെൽക്കം ടു ദ കെന്ന ഷോ. അങ്ങനെ നമ്മൾ മാർച്ച് മന്തിലേക്ക് കടന്നിരിക്കുകയാണ്. സോ മാർച്ച് മന്ത് എന്ന് പറയുന്നത് പൊതുവേ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, വുമൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു മന്താണ്. കാരണം നമ്മൾ വുമൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്തും കൂടിയാണ്. സോ ആ മന്തില് ഏറ്റവും അതിനോട് അനുയോജ്യമായിട്ട് നിൽക്കുന്ന ഒരു വൺ ഓഫ് ദ വെൽ നോൺ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് ഞാൻ കെന്ന ഷോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആള് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള വുമൺ ഓൺട്രപ്രണർ ആണ്, അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റും കൂടിയാണ്. സോ ഞാൻ ഏറെ ബഹുമാനപൂർവ്വം എന്റെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സെറീന ജാസ്മിൻ. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. മാർച്ച് അല്ലേ, നമ്മൾ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഞാൻ കുറെ ടാഗ് ലൈൻസ് പറഞ്ഞു. ഭയങ്കര സ്ട്രോങ് വുമൺ ആണ്, സക്സസ്ഫുൾ വുമൺ ഓൺട്രപ്രണർ ആണ്, ആൻഡ് അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ എന്താണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത്? ആക്ച്വലി അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസ് ആണ്. അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു 5000 ഇയേഴ്സ് ബാക്ക് വരുന്ന ഒരു മെഡിക്കൽ സിസ്റ്റം തന്നെയാണ്. അത് ചൈനയിൽ നിന്നാണ് ശരിക്കും അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. അതിൽ ഒത്തിരി സിലബസ് ഉണ്ട്. നമുക്കൊരു നീഡ്ലിംഗ് ടെക്നിക് ഉണ്ട്, അതിനെ അക്യുപഞ്ചർ നീഡ്ലിംഗ് എന്ന് പറയും. കപ്പിംഗ് തെറാപ്പി, മോക്സിബേഷൻ, പിന്നെ കുറച്ച് ട്യൂണ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടൈപ്സ് ഓഫ് തെറാപ്പികൾ അടങ്ങിയ ഒരു റിഫ്ലക്സോളജി, കോസ്മെറ്റോളജി, അങ്ങനെ കുറെ സിസ്റ്റം ഓഫ് വരുന്ന ഒരു ശാഖയാണ് TCM എന്ന് പറയും, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഓക്കെ, അപ്പൊ ഇതൊരു ട്രഡീഷണൽ വേർഡ് ആണ് ഈ അക്യുപഞ്ചർ. കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പുതിയ വേർഡ്സ് അല്ലെങ്കിൽ പുതിയ ട്രീറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ ഒരു പാടുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കും, ഇത് ഒറിജിനൽ ആണോ, ഇതെന്താ പുതിയ ട്രീറ്റ്മെന്റ്, ഇവിടെ ഒരു ഹോസ്പിറ്റലും കേൾക്കാത്ത ട്രീറ്റ്മെന്റ്, നമ്മളെല്ലാരും ചിന്തിക്കും. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തില് ഇത് പഠിത്തം നടത്തുക അല്ലെങ്കിൽ സ്റ്റഡീസ് കൊണ്ടുവരിക, അപ്പൊ ആ ജേർണി എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതിലോട്ട് എത്തിച്ചേർന്നത്. ഞാനൊരു ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് എന്റെ മാത്സാ, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനിവിടെ എറണാകുളത്ത് സെന്റ് ട്രീസാസിൽ തന്നെ പഠിച്ചത് മാത്സ് ഒക്കെ. അപ്പോ അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്കൊരു ബേബിയൊക്കെ ഉണ്ടാവാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ എനിക്ക് കുറച്ച് ബേബിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാലിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ, നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ. അപ്പൊ ആക്ച്വലി ഞാനൊരു അക്യുപഞ്ചർ ചെയ്തിട്ടാണ് എനിക്കത് ഫുള്ള് മാറിയത്. പിന്നെ ഒത്തിരി മെഡിക്കേഷൻസ് എടുക്കേണ്ടി വന്നാൽ ബോഡിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഇത് കൊള്ളാലോ, ഭയങ്കര സംഭവമല്ലേ, അപ്പൊ എന്തെങ്കിലും ഒന്ന് പഠിച്ചു നോക്കാം, അങ്ങനെ വിചാരിച്ചിട്ട് നമുക്കിവിടെ കേരളത്തിൽ എവിടെയും അങ്ങനെ ഒരു, ഇന്ത്യയിൽ എവിടെ തന്നെ മെഡിക്കൽ കോളേജുകളൊന്നും 5 ഇയേഴ്സ് പോയി പഠിക്കാനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കേരളത്തിൽ തന്നെ അതിന്റെ ഡിപ്ലോമ ചെയ്തു. പക്ഷേ അത് അധികം ഒന്നും പഠിക്കാൻ അതിലുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കോയമ്പത്തൂർ, തമിഴ്നാട്ടിലാണ് പോയി ഇതിന്റെ ഗ്രാജുവേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഓക്കെ, അപ്പൊ അതായിരുന്നു ഒരു ജേർണി. വേദന വന്നപ്പോഴാണ് ഇതിനെപ്പറ്റി ഒന്ന് റിയലൈസ് ചെയ്തത്, സ്വയം വേദന മാറ്റാൻ വേണ്ടി. പക്ഷെ ഞാൻ അതിനെ കുറിച്ച് കുറെ റിസർച്ച് ചെയ്തു. മീൻസ് ഞാൻ കുറെ നെറ്റിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഇതൊരു സയൻസ് ബേസ്ഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ആക്ച്വലി ഇത് WHO അംഗീകരിച്ചതാട്ടോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഒരു ചികിത്സാ രീതിയാണ്. പിന്നെ ഇത് പലപ്പോഴും പല രീതിയിലും പല മാനദണ്ഡങ്ങളോടുകൂടി ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർക്ക് അത് അക്സെപ്റ്റൻസ് കുറയാനായിട്ട്.
ഇപ്പം നമ്മളെല്ലാരും ഇപ്പൊ റീൽസിൽ നോക്കിയാലും സോഷ്യൽ മീഡിയ എല്ലാരും ചെയ്യുന്ന ഒരു 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുനിയ വേദന അല്ലെങ്കിൽ മുട്ടിന് വേദന അങ്ങനെ കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഇപ്പൊ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40-50+ ആകുമ്പോഴാണ് നമുക്ക് വേദനകൾ വരുന്നത്. ഇപ്പത്തെ ജീവിത രീതി അനുസരിച്ച് മിക്കവർക്കും തന്നെ ഒരു പെയിൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ഈ അക്യുപഞ്ചറിൽ വരുന്നതെന്ന് വെച്ചാൽ മെഡിസിൻ ഇല്ലാത്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവത്തില്ലേ, എന്തായാലും രോഗം മാറണമെങ്കിൽ മെഡിസിൻ എടുക്കണം എന്നുള്ള ഒരു ടാഗ് ലൈൻ നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ അങ്ങ് പതിപ്പിച്ചു കഴിഞ്ഞു. മെഡിസിൻ ഇല്ലാതെ എങ്ങനെ ഒരു അസുഖം മാറുന്നു എന്നൊരു ക്വസ്റ്റ്യനോടെ രോഗികൾ വരാറുണ്ടോ, പേഷ്യൻസ് വരാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആളെ പറയും, ഇപ്പൊ ഞാൻ ആസ് എ അക്യുപഞ്ചർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മളും ചെറുപ്പം മുതലേ രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ മരുന്ന് കഴിക്കാം, എന്നാലേ മാറുള്ളൂ. ഈവൻ നമ്മുടെ ഒരു ഫ്രണ്ട്സിന് പോലും എന്തെങ്കിലും ജലദോഷമോ പനി വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്തേ മരുന്നിന് പോയില്ലേ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചില്ലേ, അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അപ്പൊ മരുന്നില്ലാണ്ടൊക്കെ രോഗം മാറുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിച്ചു വെച്ചിരിക്കുന്ന കാര്യത്തിനെ പെട്ടെന്നൊരു അവസരത്തിൽ നമുക്ക് അതിനെ ഡൈവേർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ആക്ച്വലി അത് മാറും എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആദ്യം തന്നെ എല്ലാവരും പെയിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് പെയിൻ കില്ലർ ആയിട്ടുള്ള ഇപ്പൊ നമ്മളൊരു പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള എന്ത് കണ്ടന്റും പാരസെറ്റമോൾ എന്ത് കണ്ടന്റും നമ്മൾ കഴിക്കുമ്പോൾ ബോഡിയിൽ അത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം അതിലടങ്ങിയിരിക്കുന്ന വേദന സംഹാരിയായിട്ടുള്ള ഘടകങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഹൈപ്പോതലാമസിൽ തട്ടി വേദന എന്നുള്ള മെസ്സേജിന് അവിടെ ബ്രേക്ക് ചെയ്യുക ചെയ്യാം. അപ്പോൾ ഈ സെയിം സംഭവം തന്നെയാണ് ഒരു അക്യുപഞ്ചർ ചെയ്യുമ്പോഴും നടക്കുന്നത്. കാരണം അത് വിത്തൗട്ട് ഡ്രഗ്സ് വിത്തൗട്ട് മെഡിക്കേഷൻസ് ആണ്. നമ്മൾ നീഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്വമേധയാ ഉള്ള കുറച്ച് വേദന സംഹാരിയായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിന് എൻഡോർഫിൻ എന്നൊക്കെയാ പറയാം. ആ എൻഡോർഫിൻ എന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മൾ ആക്റ്റീവ് ആക്കുക ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ വേദന സ്വമേധയാ നമുക്ക് കുറയുന്നു. മെയിൻലി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ പെയിൻ മാറാനായിട്ട് വരുന്നത്. അപ്പം അവർക്ക് വന്ന് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അവർക്ക് ആദ്യം ഇത് ട്രീറ്റ്മെന്റ് എന്താന്ന് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ എത്ര സിറ്റിംഗ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഇവര് വിചാരിക്കുന്ന എന്താ, നമ്മളിപ്പം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വേദന മാറുക. എങ്ങനെയാണ് അപ്പൊ നമ്മുടെ സിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നത്? സത്യം പറഞ്ഞാൽ എന്റെ അടുത്തൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഒരു പേഷ്യന്റിന് തന്നെ നമുക്ക് എന്തെങ്കിലും, കാരണം എന്താ വെച്ചാൽ നമുക്ക് മെഡിസിൻസ് ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ലാബ് ടെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് മരുന്ന് എഴുതി കൊടുത്തിട്ട് പൊക്കോന്ന് പറഞ്ഞ് വിടാൻ പറ്റത്തില്ല. പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്യണം. പ്രോപ്പർലി ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്നോസിസ് മെത്തേഡ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ പൾസ് ഡയഗ്നോസിസ് ആണ്. ഇപ്പൊ നമുക്ക് പൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു റിതമാണ്. ആ റിതം അനുസരിച്ച് നമ്മൾ സാധാരണ മോഡേൺ മെഡിസിൻസിൽ നമ്മൾ ഒരു മിനിറ്റിൽ 72 ടൈംസ് ഇടിക്കുന്നുണ്ടോ, അങ്ങനെയല്ല. ഇത് ഒരു 12 ഇന്റേണൽ ഓർഗൻസിന്റെ മെറിഡിയൻസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന്, ഇപ്പൊ ഹാർട്ട് എങ്ങനെ ഫംഗ്ഷനിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിവർ എങ്ങനെ ഫംഗ്ഷനിങ് ചെയ്യുന്നു, അത് അക്കോർഡിംഗ് ടു ദ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർഡിയോ ഇതില് നമുക്ക് എന്തെങ്കിലും ECG എടുക്കണ്ടേ അല്ലെങ്കിൽ TMT എടുക്കണ്ടേ എന്നൊക്കെ, അതൊക്കെ വേണം. നമ്മൾ ഒന്നിനും എഗെയിൻസ്റ്റ് അല്ല. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഡയഗ്നോസിസും നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരാളുടെ തങ്ക് നോക്കിയിട്ട് അവർക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഐ നോക്കിയിട്ട് പറയാൻ പറ്റും. ഫേസ് ഡയഗ്നോസിസ് ഉണ്ട്. ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഡയഗ്നോസിസ് മെത്തേഡാണ് പൾസ് ഡയഗ്നോസിസ്. നമ്മൾ എല്ലാവർക്കും അറിയാം, പൾസ് നോക്കിയിട്ട് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അവരുടെ പാസ്റ്റ് എന്തൊക്കെയായിരുന്നു, ഇപ്പൊ നിലവിൽ എന്തൊക്കെ പ്രോബ്ലംസ് നിലവിൽ, ഈവൻ ഇമോഷണൽ കണ്ടീഷൻസ് എന്താന്ന് വരെ ഒരു പൾസ് നോക്കി നമുക്കറിയാൻ പറ്റും. അപ്പൊ അത്തരം കണ്ടീഷൻസ് നമുക്ക് നോക്കി മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് ബേസിലോട്ട് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇപ്പൊ താങ്കൾ ആദ്യം പെയിനെ കുറിച്ച് ചോദിച്ചല്ലോ. അപ്പൊ പെയിൻ മാറ്റിക്കഴിഞ്ഞാൽ അത് താൽക്കാലിക ശമനം മാത്രമാണ്. നമുക്ക് അതിന്റെ റൂട്ട് കോസ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം മൂലകാരണത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആ മൂലകാരണത്തെ വേരെപ്പാട് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് വരണ്ടല്ലോ. അപ്പൊ ആ വേരെപ്പാട് എടുത്ത് മാറ്റണമെങ്കിൽ ആസ് എ സ്പെഷ്യലിസ്റ്റ് ആസ് എ ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് സമയം വേണം. ആ സമയം എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഡയഗ്നോസിസ് മെത്തേഡാണ്. ആ ഡയഗ്നോസിസ് മെത്തേഡിൽ നമുക്ക് ഈ പറഞ്ഞ റൂട്ട് കോസിലോട്ട് എത്തിയിട്ട് പൂർണ്ണമായിട്ടും അതിനെ മാറ്റാൻ പറ്റും. അവർക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ ആദ്യം വരുമ്പോൾ തന്നെ അവയർനെസ് കൊടുക്കും. നമ്മൾ പറയും ഇത്ര സിറ്റിംഗ്സ് വേണം. ഇപ്പൊ ചില ആൾക്കാർ ഒരു ദിവസം ചിലപ്പോൾ പിറ്റേ ദിവസം ഗൾഫിൽ പോകണായിരിക്കും, അന്നത്തെ ദിവസം വന്നിട്ട് എന്റെ ഫുള്ള് മാറ്റിത്തരാം. അപ്പൊ ഞാൻ പറയും ഞാൻ വല്ല മാന്ത്രിക ചികിത്സ ഒന്നും അല്ല. ഇറ്റ്സ് നോട്ട് എ മാജിക്കൽ ട്രീറ്റ്മെന്റ്, ആക്ച്വലി ദിസ് ഇസ് എ സയൻസ്. സോ നമുക്ക് എന്തായാലും ദിവസങ്ങൾ വേണം. അപ്പൊ ഫസ്റ്റ് ഒരു കോഴ്സ് എന്ന് പറയുന്നത് 11 days ആണ്. 11 ദിവസമെങ്കിലും ഫസ്റ്റ് വേണം. മിനിമം ഒരു 7 days എങ്കിലും നമുക്ക് വേണം. മിനിമം 7 days. ഒരു ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ട് ഒരു തെറാപ്യൂട്ടിക് എഫക്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത്രയും വേണം. പിന്നെ ഒരു എന്താ പറയാ, ഒരു വെൽനസ് പോലെയൊക്കെ അവിടെ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആ ഒരു ദിവസം കൊണ്ട് വെൽനസ് പാക്കേജ് ആയിട്ട് ചെയ്തിട്ട്
പോകാം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. അതെ അതെ ഇപ്പം നമ്മളിപ്പം വേറെ ഇപ്പം ട്രീറ്റ്മെന്റ് എടുത്താലും നമുക്ക് എല്ലാത്തിനും മെഡിസിൻ ഉണ്ട് അല്ലേ? ഇപ്പം അതെ അതെ ഇപ്പൊ ഇംഗ്ലീഷിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മെഡിസിൻ ഇപ്പം നമ്മുടെ ഹാർട്ടിന്റെ ഒരു ഗുളിക കഴിക്കുമ്പോ തന്നെ അതിന് പകരം ഷുഗർ, പ്രഷർ എല്ലാ അതെ സൈഡ് അതെ എഫക്ട്സ് കുറേ ഇങ്ങനെ കയറി അതെ വരും ഒരു അതെ അതെ മെഡിസിൻ എടുക്കുമ്പോ. അതാണ് എന്ന് ഏറ്റവും പറയപ്പെടുന്നു. എന്ന് പറയപ്പെടുന്നു. അതെ ഓക്കെ. അല്ല, എനിക്കും ഗ്രാൻഡ് മദർ ഉണ്ട്. അപ്പൊ അതെ അമ്മച്ചി അതെ ഒരു മരുന്ന് കഴിക്കുമ്പോഴത്തേന് ഇപ്പൊ 100 ഇത് മരുന്നായി. ഒരു കഴിക്കേണ്ട മരുന്നിൽ അവസ്ഥ. അതെ തുടങ്ങിയതാണ്. അതെ അതെ അപ്പം അതെ ഇതിന് അങ്ങനെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അങ്ങനെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവില്ല. കാരണം ഒരു മരുന്നും ഇല്ല, അതെ എന്നാ അതെ അതെ നീഡിൽ അതെ കേറ്റുന്നുണ്ട്, അതെ പിന്നെ അതെ അതെ എന്തെങ്കിലും സൈഡ് എഫക്ട് വരുമെന്ന് പേടിച്ച് വരുന്നവരുണ്ടല്ലോ. അതെ അതെ അപ്പൊ അതെ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ആക്ച്വലി ഉണ്ടോ? നമ്മൾ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ പിന്നത്തെ ചോദ്യം എന്താന്ന് വെച്ചാല് എഫക്റ്റ് എന്തൊക്കെയെല്ലാം ഉണ്ട്, എഫക്റ്റ് ഉണ്ട്, എന്തിനൊക്കെ ഉണ്ടോ അതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഓക്കെ. എന്നാണ് പറയപ്പെടുന്നത്. അതെ പക്ഷെ അതെ ഇതിന് അതെ. ആക്ച്വലി അങ്ങനെ നമ്മൾ ഇന്റേണൽ ആയിട്ട് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ കഴിക്കാൻ. അപ്പൊ നമുക്ക് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ഓക്കെ. മാക്സിമം വരാൻ പോകുന്ന ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു അനീമിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, ഓക്കെ. തീരെ ബ്ലഡ് ഇല്ലാത്തൊരു പേഷ്യന്റിനെ പെട്ടെന്ന് നീഡിൽ കുത്തിക്കഴിഞ്ഞാൽ അവർ ഫെയിന്റ് ആയി പോകും. ഓക്കെ. അപ്പൊ അവരെ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ബോധം വരുത്തിക്കാനുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ ഇതിലുണ്ട്. ഓക്കെ. പിന്നെ എന്ന് പറയുന്നത് പ്രഗ്നൻസി ലേഡീസിന് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർക്ക് മെറ്റൽ അലർജി ഉണ്ടാവാറുണ്ട്. ഓക്കെ. ചില ആൾക്കാർക്ക് എന്തെങ്കിലും നമുക്ക് തന്നെ അറിയാം, ഈ നമ്മൾ ഗ്ലേസിംഗ് ഉള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടാൽ തന്നെ ചൊറിയാൻ തുടങ്ങും ചിലർക്ക്. അതെ അതെ ചില അതെ. മാല ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഓക്കെ. ആ മെറ്റൽ അലർജി ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇത് SS-ന്റെ ആണ് ഈ നീഡിൽ വരുന്നത്, ഓക്കെ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പൊ ഓക്കെ. എന്തെങ്കിലും അലർജി ഉള്ള ആൾക്കാർക്ക് ഇത് അങ്ങനെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന രൂപത്തിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇതിലങ്ങനെ ഇല്ല. ഇല്ല. ഒരു നീഡിൽ, ആ നീഡിലും മരുന്നില്ല. ഇല്ല, മരുന്നില്ല. ഇത് ശരിക്കും ഒരു മാജിക്കൽ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മള് നീഡിലെങ്കിലും മരുന്ന്. അതെ അപ്പൊ അതെ ആ നീഡിലാണോ എല്ലാം ഇരിക്കുന്നത്? എന്താണ്? എനിക്ക് ആക്ച്വലി ഭയങ്കര കൗതുകമാട്ടോ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് കേൾക്കുമ്പോഴത്തേനും. നീഡില് കയ്യിലുണ്ട്. ഉണ്ട് ഉണ്ട് ഒന്ന് ഉണ്ട്. നമുക്ക് പ്രേക്ഷകരിൽ നോക്കാം നോക്കാം നോക്കാം. നോക്കാം. അപ്പൊ ഇതാണ് അതെ, ഇതാണ് നമ്മുടെ നീഡിൽസ്. ഓക്കെ. ആക്ച്വലി ഇതിന്റെ നീഡിൽസിന് ഒരു മെഷർമെന്റ് ഉണ്ട്. ഓക്കെ. അതിന് നമ്മൾ ചുണ്ണെന്നൊക്കെയാ പറയാ. ഇതിന്റെ ഓക്കെ. മെഷർമെന്റ്സ് ഇപ്പൊ നമ്മൾ സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്ന് പറയുന്ന പോലെ ഒരു ചുണ്ണ്. അപ്പൊ ഓക്കെ. ഈ ചുണ്ണിലെ നമുക്ക് മില്ലിമീറ്റർ രൂപത്തിൽ നമുക്ക് ഇതിനെ പറയാം. ഓക്കെ. ഇതിൽ വരുന്നത് 0.25 × 25 മില്ലിമീറ്ററിന്റെ ഒരു നീഡിലാണ് ഇത്. ഓക്കെ. പിന്നെ 0.25 × 13 മില്ലിമീറ്ററിന്റെ ഉണ്ട്, ഓക്കെ. MM-ന്റെ. ഓക്കെ. അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് 25 MM-ന്റെ ആണ്. നമ്മൾ ഇതിനെ 1 ചുണ്ണ് എന്നൊക്കെയാ പറയാം. ഓക്കെ. അപ്പൊ ഈ 1 ചുൺ നീഡിൽ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ഇത് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, ഭയങ്കര മുടിനാരിന്റെ അത്ര അതെ അതെ തിക്നെസ് ആണ് ഇതിന് വരുന്നത്. അതെ. ആക്ച്വലി നമ്മൾ ഒരിക്കലും യൂസ് ചെയ്ത നീഡിൽസ് അവരവർക്ക് പോലും യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ആൻഡ് ത്രോ ആണ്, സിംഗിൾ യൂസ് മാത്രമാണ് ഇത്. നമുക്ക് എന്താ പറയാ, മെഡിക്കൽ വേസ്റ്റ് രൂപത്തിലാണ് ഇതിനെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ തന്നെ പാടുള്ളൂ. അപ്പൊ ആ രൂപത്തിലാണ് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ആക്ച്വലി മുടിനാരിന്റെ അത്ര തിക്നെസ് ആയിട്ടുള്ള ഒരു നീഡിൽ നമ്മൾ പെരിഫറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ, ഹൗ ഡസ് ഇറ്റ് വർക്ക്സ് എന്നുള്ളത്, ഇപ്പൊ താങ്കൾ ചോദിച്ച പോലെ തന്നെ മരുന്നില്ല. മറ്റേതാണെങ്കിൽ ഇതിലൂടെ മരുന്ന് കയറ്റി വിടുന്നു, ആ മരുന്ന് ശരീരത്തിൽ ചെന്നിട്ട് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാവർക്കും. പക്ഷെ ഇതെന്ന് പറയണത് നമ്മുടെ ബോഡിയുടെ താഴെ ഒരു ലെയർ ഉണ്ട്. നമുക്കറിയാം, സാധാരണ നമുക്ക് ഡെർമിസ്, എപ്പിഡെർമിസ് എന്നൊക്കെ പറയും. പക്ഷെ അതിനു മുമ്പ് ഒരു ആരും സംസാരിക്കാത്തൊരു വേർഡാണ് ഫേഷ്യ. ഒരു മെഡിക്കൽ സിസ്റ്റത്തിലും അവർ മടിക്കുന്നതാണോ പറയാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഫേഷ്യ അല്ലെങ്കിൽ ഇൻഡസ്ട്രേഷനെ കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല. അപ്പോ ഈ ഫേഷ്യ എന്ന് പറയുന്നത് ആക്ച്വലി 2017 എല്ലാ ദിനപത്രങ്ങളിലും എല്ലാത്തിലും ഉണ്ട്, നമുക്ക് ശരീരത്തിൽ പുതിയൊരു അവയവം കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി നമ്മുടെ മനുഷ്യരാശി ഉള്ള കാലം മുതൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. നമുക്ക് അങ്ങനെ പുതുതായിട്ട് ഒരു അവയവം ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. പക്ഷെ അതിനെ ഒരു അവയവമായിട്ട് കണക്കിലെടുത്തത് ഈ 2017 അതിൽ പറയുന്നത് എല്ലാ ഓർഗൻസിനെയും എല്ലാ ടിഷ്യൂസിനെയും ഫങ്ഷനിങ് ചെയ്യുന്നത് ഈ ഒരു ഫേഷ്യ മുഖേനയാണ്. ആ ഫേഷ്യക്ക് അത്രയും കഴിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ ഈ ഫേഷ്യ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അതിനെ ഒരു എന്താ പറയാ, കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ, നമ്മളൊരു ഓറഞ്ച് പൊളിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ലെയർ ഉണ്ട്. അല്ലിയുടെ പുറത്ത് ഒരു ലെയർ ഉണ്ട്, അല്ലി പൊളിക്കുമ്പോൾ ഒരു ലെയർ ഉണ്ട്. ആക്ച്വലി അതാണ് ഫേഷ്യ എന്ന് പറയുന്നത്. അതുപോലെ ഉള്ളതാണ് ഒരു ഫേഷ്യ. ഒരു ഇങ്ങനെ വലിയ നെറ്റ്വർക്ക് പോലെ ഇരിക്കും. അപ്പൊ ഈ ഫേഷ്യയിലാണ് ആക്ച്വലി നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഈ ട്രിഗർ പോയിന്റിനെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ അത് നമ്മുടെ ബോഡിയിൽ ഒരു 365ഓളം അക്യുപഞ്ചർ പോയിന്റ്സ് ഉണ്ട്. ഈ ഓരോ പോയിന്റും പെർട്ടിക്കുലർ ഓരോ ഡിസീസ് ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സാ. മാത്രമല്ല നമുക്ക് പ്രോട്ടോകോളും ഉണ്ട്. ഇന്ന രോഗത്തിന് ഇത്രയും പോയിന്റ്സ് ചെയ്താൽ ബെറ്റർ ആണ്. അങ്ങനെ പ്രോട്ടോകോൾ നമുക്കും ഉണ്ടാക്കാം, സാധാരണ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രോട്ടോകോൾസും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു അത് ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. നമ്മളിപ്പോ ഈ ഒരു റൂം നമുക്കറിയാം, ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും, ഈ സ്വിച്ച് ഇട്ട AC-യുടെ സ്വിച്ചാ. ഇതെന്ന് വെച്ചാല്
മറ്റേ ഇതിന്റെ സ്വിച്ചാണ്. അപ്പൊ നമുക്കതെല്ലാം അറിയാം. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ നിർബന്ധപൂർവ്വം പറയാണ് ഇല്ല എനിക്ക് ഇന്ന് രാവിലെ വരുമ്പം ഫാനിന്റെ സ്വിച്ച് ഇട്ടാൽ എനിക്ക് AC കത്തണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം അത് അങ്ങനെയാണ് വച്ചിരിക്കുന്നത്. പിന്നെ മാറ്റി ചെയ്യണം നമ്മൾ. പക്ഷെ നമ്മുടെ ബോഡിയിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ആ പ്രോബ്ലംസിനെ ക്യൂർ ചെയ്യാനുള്ള ഒരു സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുണ്ട്. അതാണ് അക്യുപഞ്ചർ പോയിന്റ്സ്. അതിൽ ഓരോ പോയിന്റ്സിലും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ രോഗത്തിനും ഓരോ ഇന്റേണൽ ഓർഗൻസിലോട്ടുള്ള മെറിഡിയൻസ് എന്ന് പറയും. മെറിഡിയൻസ് മീൻസ് ഊർജ്ജ സഞ്ചാര പാതകൾ. അതിലോട്ടുള്ള എനർജി ഫ്ലോ ക്ലിയർ ആവും, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവും, ലിംഫാറ്റിക് വെസൽസ് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഫേഷ്യൽ നീഡിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഫേഷ്യയാണ് ശരിക്കും ഇതിനെ ആക്റ്റീവ് ആക്കിയിട്ട് നമ്മുടെ ബ്രെയിൻ ആണല്ലോ എല്ലാത്തിനും. ഇപ്പൊ നമുക്കൊന്ന് കൈ അനക്കണമെങ്കിൽ ബ്രെയിൻ പറയണം. അപ്പോ ബ്രെയിനിൽ ഒത്തിരി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫസ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അസിറ്റൈൽ കൊളൈൻ എന്നൊക്കെ പറയും. ഈ അസിറ്റൈൽ കൊളൈൻ ആണ് നമ്മുടെ ഈ മസിൽ സ്ട്രെങ്തനിങ്, അതുപോലെ എല്ലിന്റെ ബലം, ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ കൈകാര്യം ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ ഇതിനെ ആക്റ്റീവ് ആക്കാനുള്ള ചില പെർട്ടിക്കുലർ പോയിന്റ്സ് ഉണ്ട്. അതിന് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൈ മടക്കാൻ പറ്റാത്ത ആൾക്കാർ, കാൽ മടക്കാൻ പറ്റാത്ത ആൾക്കാർ, പോസ്റ്റ് സ്ട്രോക്ക് കേസസ്, MND മോട്ടോർ നെർവസ് ഡിസോർഡർ, MS, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കൊക്കെ അവിടെ വരുമ്പം കിടന്ന പേഷ്യൻസ് 1 മന്തിനുള്ളിലൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കുന്നതും അവിടെ ഇത്രയും പേഷ്യൻസ് അധികമാവാൻ കാരണം, ഒത്തിരി പേഷ്യൻസ് വരാറുണ്ട് ഇപ്പോഴും, അതെ നല്ല പേഷ്യൻസാ. അപ്പൊ ഒത്തിരി പേഷ്യൻസ് വരാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാല് അവിടെ എന്തോ മാജിക് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പലരും അതിനെ ചില ഓണ്ടർപ്രണേഴ്സ് അവിടെ വന്നിട്ട്, ചില ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് പറഞ്ഞു ഞാൻ എന്തോ കൈപ്പുണ്യമുള്ള, എനിക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരാറുണ്ട്. പക്ഷെ ഒരു കൈപ്പുണ്യം ഓഫ് കോഴ്സ് എല്ലാത്തിനും നമ്മൾ അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ഉള്ളു തുറന്ന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അത് അതിന്റെ ഒരു കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ആണ്. പക്ഷെ എന്നാൽ പോലും ഇത് എന്ന് പറയുന്നത് സയൻസാ. ഞാൻ ഇന്നും പറയുന്നത് ഇതൊരു മാജിക്കും അല്ല, ഒന്നുമല്ല, ദിസ് ഇസ് സയൻസ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, അവരുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആക്റ്റീവ് ആക്കുന്നു. പിന്നെ എന്റെ ക്ലിനിക്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ മാത്രമല്ല ഉള്ളത്. അവിടെ നമുക്ക് റീഹാബിലിറ്റേഷൻ പോലെ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഫിസിയോതെറാപ്പി ഉണ്ട്, ആയുർവേദം ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്. ഇതെല്ലാം നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ചില കേസസിൽ ഇതിനു മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് മാത്രം ചെയ്താലും റിസൾട്ട് കിട്ടും, ഇല്ലാന്നല്ല കേട്ടോ. പക്ഷെ കുറെ കൂടി ഫാസ്റ്റ് റിസൾട്ടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഫിസിയോതെറാപ്പി കമ്പൈൻ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ ഒരു ഒറ്റ നീഡിലാണോ എല്ലാ ഇപ്പം വരുന്ന മൈഗ്രെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം തേയ്മാനത്തിന് അല്ലെങ്കിൽ പലതരം അസുഖങ്ങൾക്ക് വരുന്നതിനൊക്കെ ഈ ഒരൊറ്റ നീഡിലാണോ, അതോ ഡിഫറെന്റ് നീഡിൽസ് ആണോ? ഡിഫറെന്റ് മെഷർമെന്റ് ഞാൻ അതിലാണ് ഇതിന്റെ ഇത്. ഇപ്പൊ നമ്മള് കൈയിന്റെ പാമ്പിന്റെ ഉള്ളിൽ കുത്തണ നീഡിലല്ല പുറത്തു കുത്തുക. ഇവിടെ കുറെ കൂടി ഫ്ലഷ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള ഭാഗത്ത് കുത്തുമ്പോ കുറെ കൂടി മെഷർമെന്റ് കൂടിയ നീഡിൽ കുത്തും. ഇവിടെ ചെയ്യുമ്പം ചെറിയ നീഡിൽ കുത്തും. ഫേസിൽ ചെയ്യുന്നത് വേറൊരു നീഡില, അപ്പൊ തലയിൽ വേറൊരു നീഡില. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നീഡിൽസിന്റെ മെഷർമെന്റ് കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. അതെ അതെ അതെ. ഒരു നീഡിലല്ല കുത്തുന്നത്, നമ്മൾ മൾട്ടി നീഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ യൂസ് ചെയ്ത നീഡിൽസ് യൂസ് ആൻഡ് ത്രോ ആണ്, അവരവർക്ക് പോലും യൂസ് ചെയ്യാൻ പാടില്ല. എല്ലാ അസുഖങ്ങളും ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാ സിസ്റ്റത്തിലും ഇത് ഫുള്ള് മാറുമെന്ന് നമ്മൾ പറയുന്നില്ല അല്ലേ. ഇപ്പൊ സർജറി ആണെങ്കിൽ പോലും അതിന് എത്ര പെർസെന്റേജ് സക്സസ് എന്ന് അവർ തന്നെ പറയുന്നില്ല. നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക ചെയ്യണം. എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ തന്നെ ഉത്തരവാദി എന്ന് പറഞ്ഞ് കൊടുക്കുക ചെയ്യണം. പക്ഷെ നമ്മളുടെ ഇതിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ടൈം എടുത്താലും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഇത്രയും വന്ന ഇപ്പൊ ഇവൻ ഡിസ്ക് കേസ്, ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ കൊറോണ സമയത്തൊക്കെ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെയായിരുന്നു. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സസും കുനിഞ്ഞിരുന്ന IT പ്രൊഫഷണലേഴ്സ്. ഇനി IT പ്രൊഫഷണലേഴ്സ് പർപ്പസ്ഫുള്ളി അവരുടെ ജോബിന്റെ ഒരു ക്യാരക്ടറാണ് അത്, കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യാന്നുള്ളത്, എഡിറ്റേഴ്സ്. പക്ഷെ നമ്മളല്ലെങ്കിൽ പോലും നമുക്കിപ്പോ ഫോണുണ്ട്, നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പൊ നമുക്കൊക്കെ കഴുത്ത് വേദന, ഭയങ്കരമായിട്ട് കഴുത്ത് കഴപ്പ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുട്ടികൾ വരെ, എന്റെ അടുത്തൊരു 10 വയസ്സുള്ള കുട്ടികൾ വരെ കഴുത്ത് വേദന വരുന്നുണ്ട്. നമുക്കൊക്കെ അതിശയം, കുഞ്ഞു കൊച്ചുങ്ങൾ കഴുത്ത് വേദനയോ. അപ്പൊ അവരുടെ ഈ പറയുന്ന സ്ട്രക്ചറൽ പ്രോബ്ലംസ് ആണത്. നമ്മൾ ഇരിക്കുന്ന രീതി, അതുപോലെ കിടക്കുന്ന രീതി, അങ്ങനെയൊക്കെ കൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ പോലും അവിടെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് കിട്ടി പോകുന്നുണ്ട്, മാറിപ്പോകുന്നുണ്ട് ഫുള്ളായിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഇത് സാധ്യമാകുമെന്ന് പറഞ്ഞാൽ പലരുടെയും തെറ്റിദ്ധാരണ വേദന സംഹാരിയായിട്ട്, അല്ലെങ്കിൽ മുട്ടുവേദന, നെടുവേദന, കാലം അങ്ങനെ മാത്രമല്ല. ഇപ്പൊ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതൊരു
വീക്ക്ലി ത്രൈസ് ഡയാലിസിസ് ഉള്ള ആൾക്കാർക്ക് ട്വൈസ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ വൺസ് ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അവരുടെ പത്തോളജിക്കൽ ഇപ്പൊ അവർക്ക് എന്തൊക്കെയാണോ അതിന്റെ ലാബ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഒരു ക്രിയാറ്റിന്റെ അളവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി ആ ഡോക്ടേഴ്സ് തന്നെ അവരോട് പറയും കുറച്ചുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ഇപ്പൊ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ക്യാൻസർ കാര്യത്തിന് ഇപ്പൊ പലപ്പോഴും അതൊരു കോൺട്രവേഴ്സി വരാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ക്യാൻസറിന് അക്യുപഞ്ചറിൽ എത്ര ഫലപ്രദമാണെന്നുള്ളത്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോ ഇത് ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ റിസർച്ച് ചെയ്തൊന്നും പബ്മെഡിൽ പബ്ലിഷ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, ആയിട്ടില്ല, ഇപ്പൊ ഓൺഗോയിങ് ആണ്. അപ്പൊ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ സയന്റിസ്റ്റുമാര് പല അമേരിക്കൻ സയന്റിസ്റ്റ് ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് ഓൾട്ടർനേറ്റീവ് മെഡിസിൻസിനെ കുറിച്ചും ഇല്ലെങ്കിൽ ക്യാൻസേഴ്സിന് എത്രമാത്രം എഫക്റ്റീവ് ആണ് അക്യുപഞ്ചർ എന്നതിനൊക്കെയുള്ള കണ്ടുപിടിച്ച പേപ്പേഴ്സ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാണ്ട് ഞാൻ പറയുന്നതല്ല അത്. അപ്പൊ അതിന് ഈ പറഞ്ഞ സെൽസ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ ക്യാൻസർ. അപ്പൊ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് അക്യുപഞ്ചറിൽ നല്ല രീതിയിൽ ഫലപ്രദമുണ്ട്. അപ്പൊ ഓൺകോളജി ഇൻ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അതുപോലെ ഓൺകോളജി ഇൻ പീഡിയാട്രിക്, ഓൺകോളജി ഇൻ ഗൈനക്കോളജി, മീൻസ് ഗൈനക്കോളജി ഇൻ അക്യുപഞ്ചർ, ഇങ്ങനെയുള്ള കുറെ സബ്ജക്റ്റുകൾ നമ്മുടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സർ അഞ്ജൻ ജയസൂര്യയുടെ ക്ലിനിക്കൽ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം കിട്ടും. ആ പുസ്തകത്തിൽ ഇതെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ന്യൂറോളജിക്കൽ കേസസ് ഇൻ അക്യുപഞ്ചർ, പീഡിയാട്രിക് ഇൻ അക്യുപഞ്ചർ, ഗൈനിക് ഇൻ അക്യുപഞ്ചർ, ഓൺകോളജി ഇൻ അക്യുപഞ്ചർ, ഇതെല്ലാം ഉണ്ട്. ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഇപ്പൊ പലപ്പോഴും ഹാർട്ടിന് ബ്ലോക്ക് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ആൻജിയോപ്ലാസ്റ്റി പറയുന്ന ആൾക്കാർ ആൻജിയോഗ്രാം ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റുക എങ്ങനെ എത്രമാത്രം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രീറ്റ്മെന്റിൽ വരുമ്പോൾ ഹാർട്ടിലോട്ടുള്ള പമ്പിങ് ക്ലിയർ ആക്കാനുള്ള നീഡ്ലിംഗ് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ പല കേസസും ഈ ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞ കേസസ് നമുക്ക് ഇതിൽ കൂടെ നല്ല രീതിയിൽ തന്നെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ ബൈപ്പാസ് പറഞ്ഞ കേസസ് പോയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എന്ന് വെച്ചാൽ അത് പെർസെന്റേജ് ഓഫ് ബ്ലോക്ക്. ഇപ്പൊ ചില ആൾക്കാർക്ക് ലെഫ്റ്റും റൈറ്റും 100% ബ്ലോക്ക് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്കത് നോക്കിയും കണ്ടും ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റല് ഇവിടെ ഇടുകയെന്ന് വെച്ചാൽ നമുക്കറിയാം കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഹോസ്പിറ്റൽ ഫീൽഡ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളതാണ്. അപ്പൊ പുതിയ ഒരു ടെക്നിക്ക്, പുതിയൊരു മെത്തേഡിൽ ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുക, അതൊരു ബാക്കിൽ ഒരു വുമൺ നോക്കുമ്പോൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും കുത്തും ചവിട്ടുകളൊക്കെ. അതെല്ലാം നിന്ന് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു ആ ഒരു ജേർണി എനിക്കറിയാം അത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇപ്പോഴും അതെ ഇത് ഇല്ലീഗലാന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അത് നമ്മൾ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും പേരെ ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും ഇല്ലീഗലാണ്, അപ്പൊ അതെങ്ങനെ ഓവർകം ചെയ്തത്? ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന് ഒറ്റ കാരണം ഈ പറഞ്ഞ നമ്മളെ ചവിട്ടി താഴ്ത്തിയ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം. അവരാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അവര് ഓരോ എന്താ പറയാ ഇഷ്ടിക വെച്ചിങ്ങനെ എറിയുന്ന പോലെ എറിയുമ്പോഴും അതിനെയൊക്കെ ഞാൻ ഓരോ ബിൽഡിങ് പോലെയാണ് എടുക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ചിന്തിക്കും, എന്നെ ലിറ്ററലി എന്റെ കൂടെ നിന്ന ആൾക്കാർ എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്നെ ചതിച്ച് എനിക്കെതിരെ ഹരാസ്മെന്റ് ചെയ്ത്, സോഷ്യൽ മീഡിയ ഹരാസ്മെന്റ്, മെഡിക്കൽ കൗൺസിൽ പരാതി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ഞാനപ്പോ ഇടയ്ക്ക് ഓർക്കും അവരെപ്പെങ്കിലും ഒന്ന് എനിക്ക് കാണുവാണെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. ഇത്രയും നമ്മള് മെന്റലി സ്ട്രോങ് ആക്കിയ സത്യം അവർക്ക് ഒരു ഹാൻഡ്സ് ഓഫ്. ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ്സ് ഓഫ്. കാരണം അവരുള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും. അപ്പൊ ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്. നമുക്ക് ആദ്യം വിചാരിക്കും നെഗറ്റീവ്സ് എന്താ, എനിക്ക് മാത്രം എന്നെ എന്തിനാ ഇവരിങ്ങനെ ചീറ്റ് ചെയ്ത്. നമ്മൾ വളരെ ജെന്യുവിൻ ആയിട്ട് അവരെ സ്വന്തം ഒരു ഫാമിലി പോലെ കണ്ട് അവർക്ക് വേണ്ട ഈവൻ പേഴ്സണൽ കാര്യങ്ങൾ പോലും അവർക്ക് വേണ്ട നീഡ്സ്, ഫിനാൻഷ്യൽ നീഡ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അവർ നമ്മളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തു. അപ്പോ ഒരു വുമൺ എന്നുള്ള രീതിയിൽ ഞാൻ തകരണേക്കാളും കൂടുതൽ ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മളെ പലപ്പോഴും കേസ് കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആസ് എ ഹസ്ബൻഡ് അവർക്ക് അത് ചിലപ്പം താങ്ങാൻ പറ്റണമെന്നില്ല. ഒരു ഭാര്യനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിന് അത് താങ്ങണമെന്നില്ല. അപ്പൊ അവര് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഡൗൺ ആവും ചില സമയത്ത്. പക്ഷെ അവരെ ഞാൻ അത് പറഞ്ഞ് മനസ്സിലായി എന്തിനാ ഡൗൺ ആവുന്ന, അവരങ്ങനെ ചെയ്തോണ്ടല്ലോ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അവര് നോക്കുമ്പോ ഞാൻ എന്റെ ഡെയിലി വീഡിയോ പോകുന്നുണ്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും. അപ്പൊ അവര് സ്റ്റേഷനിൽ കേസ് കൊടുത്ത പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വേറൊരു ബ്രാഞ്ച് ഇട്ടു. അപ്പൊ എനിക്കിതൊരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ ഇടക്ക് ഞാൻ വിചാരിക്കും, ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇപ്പൊ അവരൊന്നും കാണുന്നില്ലല്ലോ, അവരൊക്കെ എവിടെ പോയി, എനിക്ക് അടുത്ത ബ്രാഞ്ച് ഒന്നും ഇടണമായിരുന്നു, അവരൊന്നും എന്തെങ്കിലും ചൊറഞ്ഞാലാണ് എനിക്ക് അടുത്ത ബ്രാഞ്ച് ഇടാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ അതിനൊക്കെ നമ്മൾ ആ രൂപത്തിലാണ് എടുക്കുന്നത്. കാരണം
ത്രെട്ടനിങ് ഒക്കെ വരും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടോ അവിടെ നമുക്ക് സക്സസ് ഉണ്ടാവും. നമ്മൾ ഒരാളെയും കള്ളത്തരത്തിലോ അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാനോ, മാനസിക പരിഗണന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, മനുഷ്യത്വം. അതിനെ നമ്മൾ ഊന്നൽ കൊടുത്ത് എത്തിക്സ് പാലിച്ചുകൊണ്ട് എത്തിക്സിന് നിരക്കാണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നെ തന്നെ ബാധിക്കും, അത് ഉറപ്പാണ്. അപ്പൊ എന്റെ ഇപ്പോഴും ഇത്രയും നല്ല ക്ലിനിക്കൽ ഫ്ലോ ഉള്ളത്, ഇത്രയും പേഷ്യൻസ് ഇപ്പോഴും വരുന്നത് എനിക്ക് തോന്നുന്നു എന്റെ ആ ഒരു എത്തിക്സ് പാലിച്ചത് കൊണ്ടും ഞാൻ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിന്നുകൊണ്ടും ആർക്കും ഒരു മനുഷ്യകുലത്തിന് ഒരു ദോഷം വരരുതെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അവർ പറയുന്നവര് പറഞ്ഞാലും നമ്മുടെ ഭാഗത്ത് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് മാത്രം ചിന്തിച്ചാൽ മതി, അത്രേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും ഇല്ലീഗൽ എന്നുള്ള വർക്ക് അല്ലെങ്കിൽ വേർഡ് ഇതിന് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ നിയമങ്ങളും, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ നമുക്ക് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ ഒരു മെഡിക്കൽ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ വേണം, തീർച്ചയായിട്ടും. അതില്ലാണ്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാവരും ഇല്ലീഗൽ തന്നെയാണ്. ഇപ്പൊ ഒരാൾ ഒരു MBBS എടുത്തു, അല്ലെങ്കിൽ അത് മെഡിക്കൽ കൗൺസിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇല്ല, രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാണ്ട് അവർ ഏതെങ്കിലും ഒരു ക്ലിനിക്കോ ഹോസ്പിറ്റലോ വർക്ക് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഇസ് ഇല്ലീഗൽ. അവർക്ക് MBBS ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെയാണ് ഈ സിസ്റ്റവും അവരതിനെ കാണുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ കേരളത്തില് അക്യുപഞ്ചറിന് ഒരു കൗൺസിൽ ഇല്ല. അത് എന്റെ കുറ്റമല്ലല്ലോ. അപ്പൊ കൗൺസിൽ ഉണ്ടെങ്കിൽ എവിടെയാണോ കൗൺസിൽ അതിന്റെ ക്രൈറ്റീരിയ എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി രജിസ്റ്റർ ചെയ്യും. പക്ഷെ അത് കൗൺസിൽ ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ത്യയിലുണ്ട് കേട്ടോ, മഹാരാഷ്ട്രയിലും ഉണ്ട്, വെസ്റ്റ് ബംഗാളിലും ഉണ്ട്. അപ്പൊ അതിന്റെ സെയിം ആസ് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഇപ്പൊ ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന അക്യുപഞ്ചർമാരുടെ കൂട്ടായ്മ ഉണ്ട്, അതില് സ്ഥാപനം നടത്തുന്ന ആൾക്കാരുണ്ട്, ഇതിൽ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ അക്കാഡമി ഡയറക്ടേഴ്സിന്റെ കൂട്ടായ്മ എല്ലാവരും കൂടി ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് AJC, അക്യുപഞ്ചർ ജോയിന്റ് കൗൺസിൽ. അപ്പൊ ഞങ്ങളിപ്പോ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കേസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ മഹാരാഷ്ട്ര എങ്ങനെയാണോ വന്നത് അതിന്റെ ഒരു ടെസ്റ്റ് കാര്യങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ട് ഇതിനൊരു ഒതന്റിസിറ്റിയും ഒരു റെഗുലേറ്ററി ബോർഡും കൊണ്ടുവന്നിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും തന്നെയാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഇപ്പൊ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഇന്നത്തെ ദിവസം വരെ ലീഗലി പ്രശ്നങ്ങളൊന്നും അക്യുപഞ്ചർ ചെയ്യാനില്ല. പിന്നെ മറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻസ് ഇതിനെ എഗെയിൻസ്റ്റ് ഇതിന് നിങ്ങൾക്ക് പാടില്ല, ഇത് ഇല്ലീഗലാണ്, നിങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ അവർക്കും അത് റെഗുലേറ്റ് ചെയ്യാനുള്ള അധികാരം അവർക്കും ഇല്ല എന്നുള്ളതാണത്. അപ്പൊ അങ്ങനെ വരുന്നോണ്ട് ഒരു ദോഷം ഉള്ളതെന്ന് വെച്ചാൽ ആർക്കും ചെയ്യാന്നായി. അപ്പൊ അങ്ങനെ പറ്റത്തില്ലല്ലോ. കാരണം ഇത് റെഗുലർ ആയിട്ട് കറക്റ്റ് പഠിച്ച ആൾക്കാര് ഇപ്പൊ ഇതില് ഞാൻ സ്ഥാപനം നടത്തുന്നുണ്ട്. ഇതിന്റെ സ്ഥാപനത്തിന്റെ അക്കാഡമി ഉണ്ട്, അതിന്റെ പേര് മെറിഡിയൻ റിസർച്ച് ഫൗണ്ടേഷൻ എന്നാണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാട്ടമി, അതുപോലെ ഫിസിയോളജി, മൈക്രോബയോളജി, പാത്തോളജി, ഇത്രയും കുറെ ഡീറ്റെയിൽഡ് സബ്ജക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ഇതൊരു 5 വർഷത്തെ കോഴ്സാണ്. പക്ഷെ അത് കണ്ടിന്യൂസ് 5 വർഷം എവിടെ ഇല്ല. നമ്മൾ ആദ്യം ഡിപ്ലോമ 2 years കൊടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഓഫ് മെഡിസിൻസ് വന്നിട്ട് ഒരു 3 വർഷമുണ്ട്. മാക്സിമം ഒരു 4.5 വർഷത്തിനുള്ളിൽ, 5 വർഷമാണെങ്കിൽ 4.5 വർഷം ഇന്റേൺഷിപ്പ് കമ്പൽസറിയാ. അപ്പൊ ഇന്റേൺഷിപ്പോട് കൂടി 4.5 കൊല്ലാണ് ഫുള്ള് കംപ്ലീറ്റ് ആവണമെങ്കിൽ. പക്ഷെ ഈ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്കും ക്ലിനിക്ക് ഇടാം, ഇടണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ക്ലിനിക്ക് ഇട്ടാലും നമ്മളുടെ മുമ്പിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ നമ്മളെ ആസ് എ ഒരു ചികിത്സകനായിട്ടാണ് അവർ കാണുന്നത്. അപ്പൊ നമുക്ക് അതിനുള്ള നോളജ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നോളജ് അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ നോളജ് നേടിയെടുക്കുക എന്നുള്ളത് ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയാണ്. ഇന്നത്തെ കാലത്ത് എളുപ്പമല്ലേ, ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കാന്നുള്ളതിനേക്കാൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു അക്കാഡമി ചെന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റോട് കൂടി ഇത് പഠിച്ച് പാസ്സാവുക എന്നുള്ളതാണ്. ഇപ്പൊ അക്കാഡമിയിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇപ്പൊ അത് ഓരോ ബാച്ച് ബേസിലാണ്. ഒരു വർഷം തന്നെ 2-3 ബാച്ചസ് ഉണ്ടാവും. ചിലത് 20 പേരുണ്ടാവും, 40 പേരുണ്ടാവും, അങ്ങനെയാണ്. നമ്മൾ യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെയാണ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ഡൗട്ട് ആയിരിക്കും, ഇത് എക്സ്പെൻസീവ് ആണോ? നമുക്ക് മരുന്ന് മേടിക്കാൻ ഇത്രയും രൂപയുള്ളൂ, നമുക്ക് ഇവിടെ പോയിട്ട് എല്ലാ നടന്മാരും നടികളാണ് വരുന്നത്, അപ്പൊ ഇത് എക്സ്പെൻസീവ് ആണോ എന്നൊരു ചോദ്യം, ചെറിയ തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. കാരണം അവിടെ നമ്മളെ പോലെയുള്ള ആൾക്കാരൊക്കെ പോകാൻ പറ്റുമോ? ആക്ച്വലി ഇതൊന്നും അത്ര എക്സ്പെൻസ് ഒന്നുമില്ല. നമ്മൾ സെലിബ്രിറ്റീസിന്റെ അടുത്താലും ചിലതൊക്കെ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങി പോകുന്ന ആൾക്കാരും ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു ദിവസം അത്യാവശ്യം ഒരു മീഡിയം ഫാമിലിക്ക് ജീവിച്ചു പോകാൻ എങ്ങനെയായാലും ഒരു 300 രൂപ ഒക്കെ ആവശ്യമാണ്. കാരണം ഒരു പച്ചക്കറി മേടിക്കണം, കുറച്ച് ഫിഷ് മേടിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു നീഡ്ലിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 300 റുപ്പീസ് ഒക്കെ വരുന്നുള്ളൂ. നമ്മൾ ചുമ്മാ പോയിട്ട് ഒരു അൽഫാമും ഷവർമൊക്കെ കഴിച്ച് ബോഡി ചീത്താക്കണേക്കാളും അവിടെ വന്നിട്ട് ഒരു നല്ല ട്രീറ്റ്മെന്റ് എടുക്കാവുന്ന ആ ഒരു റേറ്റേ അതിന് ശരിക്കും പറഞ്ഞാൽ വരുന്നുള്ളൂ. അങ്ങനെ എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയല്ല. പിന്നെ അത്
ചിലപ്പോൾ അത് കൂടാണ്ട് നമ്മൾ കപ്പിംഗ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിഫ്ലക്സോളജി ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ 150 or 200 ഒക്കെ ആഡ് ഓൺ ആവും. എന്നാലും അവിടെ 2000 അബവ് ഉള്ള ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. പിന്നെ അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇപ്പൊ ഈ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ അറിഞ്ഞു വരാനൊക്കെ തുടങ്ങിയത് എങ്ങനെയാണ്? ഇപ്പൊ പലരും വിചാരിക്കുന്നത് മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, പരസ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാല്ല അങ്ങനെ. പക്ഷെ ആക്ച്വലി ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ മനസ്സിലാക്കി ഇവർ അറിഞ്ഞു വന്നേക്കണാണ്, പബ്ലിസിറ്റി കൂടെയാണ്. അറിഞ്ഞു തന്നെ വന്നിരിക്കുക. എനിക്ക് ഏറ്റവും അതിശയായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. അത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലുക്മാൻ അവറാൻ. അപ്പൊ ലുക്മാൻ അന്ന് കൊറോണയുടെ സമയത്താണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം മാസ്ക് ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ലുക്മാൻ ആണെന്ന് ഞങ്ങൾ ആർക്കും അറിയില്ല. അത്രയും റഷ് ആണ് അവിടെ. കൊറോണ സമയമാണെങ്കിലും റഷ് ആണ്. ഇദ്ദേഹം വന്നു, കുറെ നേരം ഒരു 1.5 hour ഇരുന്ന് നമുക്കിപ്പോ അതൊരു സെലിബ്രിറ്റി ആണെങ്കിൽ അല്ലാത്തവരെ എല്ലാരും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ VIPs അതിന്റേതായിട്ടുള്ള കാറ്റഗറൈസേഷൻ നമ്മൾ കൊടുക്കും, സ്പീഡിൽ അവർക്ക് പോകും അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ, ഇദ്ദേഹം ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇരുന്ന് 1.5-2 മണിക്കൂറോളം അദ്ദേഹം കാത്തിരുന്ന് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ എല്ലാരും പോലെ ടോക്കൺ നമ്പർ ആയപ്പോഴത്തേക്കും വന്നു, എന്നെ കണ്ടു. അപ്പൊ അയാളുടെ കണ്ണ് കണ്ടപ്പോ എനിക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു നമ്മൾ സാർ ഒന്ന് ഫേസ് താത്താവോ എന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് ഇദ്ദേഹമാണ്. ഞാൻ എന്നിട്ട് അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ടൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറിന് എങ്ങനെയാണ് ഇവിടെ അറിഞ്ഞത്? അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞ ഇവിടെ ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ ഫേമസ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിനേക്കാളും ഫേമസ് ഞാനാക്കി മാറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞു തല്ലുമാല കഴിഞ്ഞ ടൈമാ. അപ്പൊ അദ്ദേഹത്തിന് നല്ല ആ ഒരു ഷൂട്ടിംഗ് സമയത്ത് ഇടിയും ഇതൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ ബോഡി മൊത്തം ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് റെജുനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വന്നതാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ അന്ന് അത്രയും തിരക്ക് കാരണം വിളിക്കുമ്പം ശരിക്കും നിങ്ങൾക്ക് അപ്പൊ പുതിയ പേഷ്യന്റ് ആണെങ്കിൽ 1 അമർത്തും, നമ്മുടെ ഗ്യാസ് ബുക്ക് ചെയ്ത പോലെ, അതാണെങ്കിൽ 2 അമർത്തും, ഇങ്ങനെയൊക്കെയാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്തുവാണോ ഇത്, ഫോണിലെ വിളിച്ചപ്പോ ഞാൻ ലൗഡ് ഇട്ടാ വിളിച്ചത്, എന്റെ ഉമ്മ ചോദിച്ചു ഗ്യാസ് ബുക്ക് ചെയ്യണം ചോദിച്ചു. അപ്പൊ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും അതൊക്കെ ആണെങ്കിൽ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യാത്തത് നമ്മുടെ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ തമാർ പടാർ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ബിനീഷ് ബാസ്റ്റിൻ ആണ് അദ്ദേഹം. അറിയാലോ എല്ലാവർക്കും നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ അസീസിക്ക, നോബി ചേട്ടൻ, അങ്ങനെയുള്ള കുറെ പേര്. ആദ്യം തന്നെ ബിനീഷ് ബാസ്റ്റിൻ സാർ അദ്ദേഹം വന്നിട്ട് പറഞ്ഞതെന്താ വെച്ചാല്, എനിക്കിത് മാറുവാണെങ്കിൽ ഞാൻ ഒരു വ്ലോഗ് ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞ ടു ബി ഫ്രാങ്ക് ഇപ്പൊ പറഞ്ഞ എല്ലാവരും കളിയാക്കാം, അന്ന് വ്ലോഗ് എന്താന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചു വെച്ച് ഇദ്ദേഹം വ്ലോഗ് ചെയ്യുന്നു. അത് വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങനെയൊക്കെ എടുക്കാമോ, എനിക്കൊന്നും അറിയില്ല. അപ്പൊ അദ്ദേഹത്തിന് നടുവേദനയായിരുന്നു. അപ്പൊ അത് ഫുള്ള് മാറി. അപ്പൊ ഞാൻ പോലും അറിയാണ്ട് ഞങ്ങളുടെ ഒരു ബോർഡ് ക്ലിനിക്കിന്റെ പുറത്ത് റോഡിന്റെ അവിടെ ദൂരത്ത്, ആ ബോർഡിന്റെ അവിടെ നിന്നോണ്ടാണ് ആദ്യം ഇദ്ദേഹം ഇൻട്രോ പറയുന്നത്. 1 രൂപ പോലും മേടിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജെന്യു. അപ്പൊ നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. 1 രൂപ അദ്ദേഹം കാണുന്നുണ്ട്, 1 രൂപ പോലും അദ്ദേഹം മേടിച്ചിട്ടില്ല. അദ്ദേഹം വന്ന് അദ്ദേഹത്തിന് മാറിയതിന്റെ ഒരു റിവ്യൂ പോലെ ഒരു വ്ലോഗ് അദ്ദേഹത്തിന്റെ ചാനലിൽ ഇട്ടതും മാത്രമേ ഓർമ്മ ഉള്ളൂ. പിന്നെ അതങ്ങ് കത്തിക്കാളായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു ഏകദേശം ഒരു 1500-2000 സ്ക്വയർ ഫീറ്റിലായിരുന്നു ആദ്യം നമ്മുടെ ഒരു ക്ലിനിക്ക്. ഇദ്ദേഹത്തിന്റെ വ്ലോഗിന് ശേഷമാണ് അത്രയും ആൾക്കാർ വന്നതും. അതിന് ഇപ്പോഴും എനിക്ക് നന്ദിയുണ്ട് ബിനീഷ് ബാസ്റ്റിനോട്. ഞാൻ കല്യാണത്തിനൊക്കെ പോയിരുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ വന്ന് ഒരു വ്ലോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തില്ല, നിങ്ങളെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞാൽ പോയി. കല്യാണമൊക്കെ കൂടി നമ്മൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോ ആ ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ നിന്ന് ഇന്ന് 6000 സ്ക്വയർ ഫീറ്റിൽ എത്തി നിൽക്കുന്നത് അതിന് ഏറ്റവും കടപ്പെട്ടത് 1 ബിനീഷ് ബാസ്റ്റിൻ, 2 ഇബാദ് റഹ്മാൻ, ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് ഒരു പങ്കുണ്ട്. അപ്പൊ അദ്ദേഹം എന്റെ ചെറിയൊരു ക്ലിനിക് ആയിരുന്നു ആലുവ ഭാഗത്ത്. അപ്പൊ അവിടെ ഉള്ള സമയത്താണ് അദ്ദേഹം വരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ശരിക്കും ആൾക്കാരെ അറിഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഞാനാക്കിയതില് കൂടുതലും പങ്ക് വഹിച്ചിട്ടുള്ളത് ഒന്ന് എന്റെ ഫാമിലി, ഹസ്ബൻഡ് എല്ലാരും ഉണ്ട്. പക്ഷെ ഡിജിറ്റലി എന്നെ കൊണ്ടുവന്നത് ഈ 2 വ്യക്തികളാണ്. അങ്ങനെയാണ് ഡിജിറ്റലി എനിക്ക് അങ്ങനെ അക്യുപഞ്ചർ എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. സോ താങ്കൾ വരൂ, വെറുതെ ഒരു വെൽനസ് ചെയ്തിട്ട് പോവാം. ഉറപ്പായിട്ടും. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു എന്താ പറയാ, ടെക്നോളജി വളരും തോറും അല്ലെ, നമ്മുടെ ട്രീറ്റ്മെന്റ് രീതികളും മാറണം. മരുന്നുകളില്ലാത്തൊരു ട്രീറ്റ്മെന്റ് ആണ് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. സോ അത് ഇത്രയും ഉത്തരവാദിത്തോടെയും ഒരുപാട് പേർക്ക് ഫ്രീ സർവീസ് ആയിട്ടും ഒരുപാട് പേരുടെ രോഗങ്ങൾ മാറ്റിയെടുക്കും, ഒരുപാട് പേർക്ക് മരുന്നുകൾ ഇല്ലാതെ തന്നെ ചികിത്സിച്ച് മാറ്റാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്ന് ആശംസിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു സോ മച്ച്.
സെയിം ടു. കാരണം ഇങ്ങനെ ഒരു വുമൺ അന്ന ആങ്കർ ആയിട്ട് വന്നത്, പ്രത്യേകിച്ച് ഞാൻ നിങ്ങളുടെ ഒരു ചാനലിൽ കുറെ കണ്ടിട്ടുണ്ട്. താങ്കൾ നല്ല അവതാരകയാണ്. അപ്പൊ ഈ ഒരു ചാനൽ വരണോന്ന് ആഗ്രഹിച്ചിരിക്കായിരുന്നു. എന്താണോ എന്നെ ഒന്നും വിളിക്കാത്തത് ഇങ്ങനെ ചിന്തിച്ചിരിക്കായിരുന്നു. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഈ ചാനലും എല്ലാം ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് ആൾക്കാരും മനുഷ്യകുലത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് നല്ല നല്ല ഗുണങ്ങളുള്ള ഇൻഫോർമേറ്റീവ് കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.